ഈ ഓണം 3D ഓണം സിനിക്കലായിട്ടൊക്കെ നമ്മളിങ്ങനെ കാര്യങ്ങളെ നോക്കി കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ പറയാം എന്ത് ഓണം എന്ത് ക്രിസ്മസ് എല്ലാ ദിവസവും നേരം വിളിക്കുന്നു വൈകുന്നേരം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇപ്പൊ പ്രണയത്തിൽ തന്നെ കരളെ എന്ന് വിളിക്കുമ്പോൾ കരളും പ്രണയവും നമ്മൾ യാതൊരു ബന്ധമില്ലാത്തതാണ്. അല്ല ഹാപ്പിനെസ്സും ഈ പറഞ്ഞ പോലെ ഒരു ചോയ്സ് ആണല്ലോ. കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും എന്റെ വീട്ടുകാർ വരും. ഓണത്തിനും ക്രിസ്മസിനൊക്കെ ഇപ്പൊ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ അവരെല്ലാരും കൂടെ വരും. പ്രതീക്ഷ ഉണ്ടാവാം, പക്ഷെ ഒരു പെർട്ടിക്കുലർ സാധനം പ്രതീക്ഷിച്ചിട്ട് വരാതിരുന്നാൽ മതി. ജനറലി എല്ലാ സിനിമയ്ക്കും എനിക്ക് തോന്നുന്നു പ്രതീക്ഷയ്ക്കൊത്തു ഇരുന്നില്ല എന്നൊക്കെ പറയുമ്പോ എന്താ നിങ്ങൾ പ്രതീക്ഷിച്ച് എനിക്കൊരു 3-4 തത്തയൊക്കെ ഉണ്ട്, പല കോൺയൂസ്. അവരും എന്റെ പാബ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വീക്കിളും ഒക്കെ ആയിട്ടാണ് അവിടെ പോയി താമസിക്കുന്നത്. ഒരു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിൽ ഒരു ഇച്ചിരി ബാഹുബലി ഇത്തിരി ഇന്ത്യാന ജോൺസ് എന്നൊക്കെ പറയുന്ന പോലെ മദർ ഓഫ് ഓൾ മാർഷൽ ആർട്സ് എന്നാണ് കളരിപ്പയറ്റിന് പറയുന്നത്. ARM ശരിക്കും 3 ക്യാരക്ടർ നെയിംസും അതുപോലെ തന്നെ അതിന്റെ ഫുൾ അജയന്റെ രണ്ടാം മോഷണം. ഇല്ല ശരിക്കും മോഷണമുണ്ടോ? മോഷണമൊക്കെ ഉണ്ട്. അത് പക്ഷെ മോഷണം കാണാൻ നല്ലത് കുറച്ചും കൂടെ മണിയന്റെയാ. അല്ല അത് അങ്ങനത്തെ മോഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞതിന്റെ ഫൺ പോവും ആൾക്കാർക്ക്. ശരിക്കും ഈ സിനിമയില് 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞല്ലോ. ഒരു സോഷ്യൽ റിഫോമറും ഒരു കള്ളനും ഒരു പാവം ട്യൂഷൻ മാഷും എന്ന് പറയുന്ന പോലെ ഇവർ 3 ആൾക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ദൗത്യം ഉണ്ട്. ഫസ്റ്റ് ആള് തുടങ്ങി അവസാനത്തെ ആളിലൂടെ അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ ട്രെയിലറൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ ആൾക്കാർക്ക് കിട്ടുമായിരിക്കും. നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് നമ്മളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള വിഷ്വലിയും മ്യൂസിക്കലിയും ഒക്കെ ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള CG ഒക്കെ നമ്മൾ പരമാവധി നന്നായിട്ട് തന്നെ വരണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം എന്നാലേ ആൾക്കാർ ഈ ചിയോദിക്കാവിന്റെ അകത്ത് ഇമ്മേഴ്സ് ആയിട്ട് നിന്നൊരു സിനിമ കണ്ടാൽ അതിനകത്ത് ഈ സിനിമ മറ്റേ ബ്രഹ്മാണ്ടവും അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര വമ്പം പ്രതീക്ഷ എന്നൊന്നുമല്ല ഞങ്ങൾ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ ജിതിൻ പറയും, ഇതിന്റെ ഡയറക്ടർ ജിതിൻ പറയുന്നത് വെച്ചാൽ 5 വയസ്സുള്ള കുട്ടിക്കാണെങ്കിലും 90 വയസ്സുള്ള ആൾക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമ എടുക്കണം എന്നാണ് അവൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് അതിനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഭയങ്കര മലയാളിത്വമുള്ളൊരു സിനിമയാണ്. കാരണം നമ്മുടെ ഈ കാസർഗോഡ് അല്ലെങ്കിൽ നോർത്തേൺ കേരളയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ കുറെ മിത്തുകള്, തെയ്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് സിനിമയിൽ പലതും ഭയങ്കര അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കുറെ ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ കൾച്ചറലിയും കുറച്ചും കൂടെ വേറെ രീതിയിലാണ്. നമ്മളിപ്പോ കേരളത്തിൽ തന്നെ നമ്മൾ തിരുവനന്തപുരവും കാസർഗോഡും തമ്മിൽ നോക്കിയാൽ ഭയങ്കര അന്തരമുണ്ട് ഭാഷയിൽ ഉൾപ്പെടെ. ഇനിയിപ്പോ ഇതിന്റെ ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയാലും കൾച്ചറലി ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ കൂടുതൽ കണ്ടിട്ടില്ലാത്തത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കാസർഗോഡിന്റെ ഒക്കെ വളരെ ചുരുക്കം സിനിമകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് തന്നെ കാസർഗോഡിന്റെ ഈ നീലേശ്വരത്തിന്റെ അവിടെ ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഒക്കെ ആണെങ്കിൽ അതും വേറെയാണ് കൾച്ചർ. അപ്പോ അങ്ങനെ ഒരു കൾച്ചറലി റിച്ച് ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമ എന്നുള്ള തന്നെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഉത്സവവും കളരി നമ്മളിങ്ങനെയാണ് നോർത്തേൺ കേരളയിൽ കളരി എന്ന് പറയുന്നത് ജപ്പാനിൽ കരാട്ടെ എങ്ങനെയാണോ അല്ലെങ്കിൽ ചൈനയിൽ കുങ്ഫു എങ്ങനെയാണോ അങ്ങനെ അതുപോലെ ഓരോ രാജ്യങ്ങളിലും ഉണ്ടല്ലോ. ഇപ്പൊ മലേഷ്യയില് സിലാത്ത് അങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഉണ്ടല്ലോ. അതുപോലെയാണ് നമുക്ക് കളരിപ്പയറ്റ്. മദർ ഓഫ് ഓൾ മാർഷൽ ആർട്സ് എന്നാണ് കളരിപ്പയറ്റിന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഒരു സിമ്പിൾ കഥ. നമ്മളെന്ന് വെച്ചാൽ ഒരു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിൽ ഒരു ഇച്ചിരി ബാഹുബലി ഇത്തിരി ഇന്ത്യാന ജോൺസ് എന്നൊക്കെ പറയണ പോലെ ചെറിയ ട്രഷർ ഉണ്ടാവും ചിലപ്പോ. അങ്ങനത്തെ ഒരു രീതിയിലാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇന്ത്യാന ജോൺസ് ആയിട്ടോ ബാഹുബലി ആയിട്ടോ തോന്നുന്ന പോലെ അല്ലേ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ മിത്തുകളിൽ ആക്ച്വലി ഉള്ളതാണ്. ഇതിലൊക്കെ ഇടുന്ന എഫേർട്ടിന്റെ കാര്യം പറയണല്ലോ. തീർച്ചയായിട്ടും ആ കളരി പഠിച്ചു, ഗുരുക്കന്മാർ കൂടെ നിന്ന് പഠിപ്പിച്ചു, അവർക്ക് വേണ്ടി രാവിലെ അവരുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തില് ചൂസ് ചെയ്യാൻ അതിനെ റെസ്പെക്ട് ചെയ്യണ്ടേ. അവരുടെ സമയം നമുക്ക് വേണ്ടി അങ്ങനെ സ്പെൻഡ് ചെയ്യണം, അവരുടെ വിലപ്പെട്ട സമയം. അപ്പൊ ആ സമയത്തൊക്കെ ഒരുപാട് പരിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. പരിക്കുകള് ഇതിലും കൂടുതൽ പറ്റേണ്ടതായിരുന്നു. കളരി പഠിച്ചതുകൊണ്ടാണ് 1/4 പരിക്കുകളും സംഭവിക്കാതിരുന്നതെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. കളരി പഠിച്ച് തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ റിഫ്ലെക്സസ് ഇമ്പ്രൂവ് ആവുന്നു.
നമുക്കൊരു ഡിസിപ്ലിൻ വരുന്നു. വഴുക്കി വീണാൽ പോലും രണ്ട് കൈയും കാലിലും നമ്മൾ ഈ ബാക്ക് ലോവർ ബാക്ക് കുത്തി വീഴുന്നതിന് പകരം നമ്മൾ സേഫ് ആയിട്ട് വീഴാൻ പഠിക്കുക, സേഫ് ആയിട്ട് വീഴാനും സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പഠിക്കാൻ എന്തെങ്കിലും മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച, പ്രത്യേകിച്ച് കളരിയിൽ ഇങ്ങനെ നമ്മൾ ഈ അമർച്ചകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ഇവിടത്തേക്ക് കുഞ്ഞു കുഞ്ഞു മസിൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ സ്ട്രോങ്ങർ ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചില സമയത്ത്. നമ്മൾ ഒരു ഡാൻസിൽ അരമണ്ഡലത്തിലിരിക്കാന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡേ ചെല്ലുന്ന വഴിക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റിയത് തന്നെ. അതുപോലെ ഈ അമർച്ചകൾ പഠിച്ചു വരുന്ന സമയത്ത് നമുക്ക് പിന്നെ പെർഫോമൻസസിലും അത് ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ആക്റ്റീവ് യോഗയാണെന്നാണല്ലോ പറയുന്നത് കളരി. അത് എൻലൈറ്റ്മെന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റേ ആ ചക്രാസന ആക്ടിവേറ്റ് ചെയ്യാൻ വരെ ഇതുകൊണ്ട് ഇതിന്റെ യോഗയും കളരിയൊക്കെ വെച്ച് പറ്റുമല്ലോ. തീർച്ചയായിട്ടും. ജിതിനെ കുറിച്ച് എന്തായാലും നമുക്ക് ചോദിക്കും. ജിതിന്റെ ആദ്യ സിനിമയാണെന്ന് പറഞ്ഞു. അത്രയും നല്ലൊരു ഫ്രണ്ടാണ്, അത്രയും ക്ലോസ് ഫ്രണ്ടാണെന്നുള്ള നിങ്ങളുടെ കോൺവെർസേഷൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ജിതിന്റെ ആ ഒരു വിശ്വാസം ഒന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് ഒരുപാട് പടമൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പടമാണ് ജനങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ഇങ്ങനൊരു ക്യാരക്ടർ, കാരണം ഇതൊരു ടോവിനോ ട്രൈ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ, അതും ഒന്നല്ല രണ്ടല്ല 3 ക്യാരക്ടർ ഒരു സിനിമയിൽ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ, നേരത്തെ പറഞ്ഞല്ലേ കുറച്ച് ബാഹുബലി, കുറച്ച് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് പറയുമ്പോൾ ആ ഒരു അത്രയും ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്ടോ, അല്ലാണ്ട് ഇതൊന്നും നമുക്കൊന്നും ഇൻസ്പിറേഷൻ. പക്ഷേ ആ ഒരു ഫ്രണ്ട്, അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, അളിയൻ ബ്രോ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫ്രണ്ട് വന്നെന്ന് പറയുമ്പോൾ, ആ സിനിമ ആ സമയം എങ്ങനെയായിരുന്നോ? അത് കമ്മിറ്റ് ചെയ്യണം, ഇവിടെ വേണോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ, അത് എന്തായിരുന്നു? കാരണം ചലഞ്ച് ഏറ്റെടുക്കുന്ന ആളാണ്. ജിത്തിനുമായിട്ട് എനിക്ക് കുറെ നാളുകളുടെ പരിചയവും, ഇതിന് മുമ്പ് എൻ്റെ അടുത്ത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല, മൊയ്തീന്റെ സമയത്ത് ഞങ്ങൾ വെറുതെ റൂമിൽ സംസാരിച്ചിരിക്കുമ്പോൾ സ്ക്രിപ്റ്റുകളൊക്കെ പറയാൻ എടുത്തത്. അപ്പൊ നമ്മൾ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു കണക്ട് ഫീൽ ചെയ്യുമ്പോഴല്ലേ നമ്മൾ നിരന്തരമായിട്ട് അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത്. കണക്ട് ഫീൽ ചെയ്തില്ലെങ്കിൽ നമ്മളങ്ങനെ നിരന്തരമായിട്ട് സമയം സ്പെൻഡ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഗോതയിലുണ്ടായിരുന്നു, കൽക്കിയിലുണ്ടായിരുന്നു. അപ്പോൾ ഗോതയുടെ സമയത്താണ് ഇവനിങ്ങനെ ഒരു പടം ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലൊക്കെ പറഞ്ഞ് ഗോത കഴിഞ്ഞ പാടെ അത് കഥയായിട്ട് എൻ്റെ അടുത്ത് വന്നു. നമ്മളത് ചെയ്യണതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. അന്ന് ചില കാരണങ്ങൾ കൊണ്ട് അത് പിന്നെ അതൊന്നും ഫ്രണ്ടിലേക്ക് പുഷായി, ഒന്ന് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് കുറച്ച് നാൾ പോയി. പിന്നെ ഞാൻ വിചാരിക്കുന്നു പല കാരണങ്ങൾ കൊണ്ട് ആ സിനിമ തുടങ്ങാൻ 2022 2020 ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വിട്ടെങ്കിലും, പക്ഷേ ആ മീൻ ടൈം ഞാനും ആസ് എൻ ആക്ടർ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കും പല കാര്യങ്ങളിലും നേരത്തെ പറഞ്ഞ പോലെ ബുർജ് ഖലീഫ അല്ല ആവേണ്ടത്, മൗണ്ട് എവറസ്റ്റ് ആണ് ആവേണ്ടതെന്നൊരു തോന്നലുണ്ടാവുന്നു. ഞാൻ പറഞ്ഞത് ബുർജ് ഖലീഫയ്ക്ക് ഹൈറ്റ് മാത്രമല്ലേ ഉള്ളൂ, അതിന് ഈ മൗണ്ട് എവറസ്റ്റിന്റെ പോലെ അത്രയും ബേസ് ഇല്ലല്ലോ. ഭയങ്കരമായിട്ടുള്ള കാറ്റടിച്ച ചിലപ്പോൾ ബുർജ് ഖലീഫ വീഴാം, പക്ഷെ ഒരിക്കലും മൗണ്ട് എവറസ്റ്റ് മറിഞ്ഞ് വീഴൂലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബേസ് സ്ട്രോങ് ആക്കണം. അതിന് കുറച്ചും കൂടെ നമ്മൾ ഒരേ സമയം ഡിസിപ്ലിൻ വേണം, എന്നാലും റുട്ടീനിലേക്ക് വീണ് പോകരുത്. കാര്യം ക്രിയേറ്റിവിറ്റി റുട്ടീനിൽ നഷ്ടപ്പെടും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സിനിമയുടെ കാര്യം ജിതിൻ പറയുമ്പോൾ ഞാനിങ്ങനെ 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഞാൻ നോക്കാം, അത് 3 ഡിഫറെന്റ് സിനിമേനെ സമീപിക്കണ പോലെ ഞാൻ സമീപിച്ചോളാം. അപ്പൊ ഇതൊരു ക്യാരക്ടർ, ഒരു സിനിമയിൽ 3 ക്യാരക്ടർ ചെയ്യാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഈ 3 കഥ 3 സിനിമയായിട്ട് ഞാൻ മനസ്സിൽ വെച്ച് അങ്ങനെ ചെയ്തു നോക്കാം എന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നാരദന് വേണ്ടിയിട്ട് ചെറിയ ആക്ടിങ് ട്രെയിനിങ് പരിപാടി, അതായത് നമ്മൾ അതിനകത്ത് എൻ്റെ ഗുരുവായിട്ട് വരുന്ന ദീപൻ ശിവരാമൻ എന്ന് പറഞ്ഞ പുള്ളി ഇവിടെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠിപ്പിക്കുന്ന ആളാണ്, പഠിപ്പിക്കുന്ന ആളാണ്. അതല്ല പുള്ളി ഖസാക്കിന്റെ ഇതിഹാസവും ഒക്കെ മറ്റേ സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ കാണുന്ന നാടകം പോലെയല്ല, ചുറ്റും വലിയ മറ്റേ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആയിട്ടൊക്കെ ചെയ്യുന്ന അടിപൊളി കക്ഷിയാണ്. പുള്ളിയാണ് അതിനകത്ത് ആ ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ സമയത്ത് തന്നെ ട്രെയിൻ ചെയ്യുന്നത്. അന്ന് ചില എക്സസൈസസ് ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെ നമ്മൾ മെന്റലായിട്ടുള്ള ഒരു കാര്യമല്ലേ അഭിനയം എന്ന് പറഞ്ഞാൽ. ഫിസിക്കലി നമ്മൾ ആ മെന്റലി നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ഫിസിക്കലി അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കലിനെ ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ചില എക്സസൈസസ് ചെയ്യുമ്പോൾ നമ്മളുടെ മൂഡ് മാറുന്നത് അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ചില ആക്ടിങ് എക്സസൈസസ് ചെയ്യുമ്പോൾ നമ്മളുടെ മൂഡ് മാറുകയാണ്. മൂഡ് മാറുകയെന്ന് വെച്ചാൽ സന്തോഷവും സങ്കടവും ഒക്കെ നമുക്ക് നമ്മളിൽ, അല്ലെങ്കിൽ ദേഷ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ എക്സസൈസിലൂടെ. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നീലവെളിച്ചത്തിന് വേണ്ടിയിട്ടും ഇതുപോലെ നമ്മുടെ ജിജോയേട്ടനുണ്ട്, ജിജോയ് PR, അദ്ദേഹമായിട്ട് കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഓരോന്നിനും ഇങ്ങനെ പഠിച്ചു വന്നിട്ട് ഇതിനെത്തിയപ്പോഴത്തേക്കും ഞാൻ എനിക്ക് മേക്ക് ഷുവർ ചെയ്യണമായിരുന്നു ഇത് 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, 3 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത്. അപ്പം അതിന് പ്രിപ്പറേഷൻ
നന്നായിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നമുക്ക് നമ്മുടെ സ്പോണ്ടേനിറ്റിയും നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡും ഒക്കെ ഉപയോഗിക്കാം. അതിനുശേഷം ഞാൻ എല്ലാ സിനിമകളിലും ആ ഒരു സമയം ഫോർ പ്രിപ്പറേഷൻ ഭയങ്കര നിർബന്ധമായിട്ടും എടുക്കുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡും സ്പോണ്ടേനിറ്റിയും മാത്രം മതിയായിരുന്നു എന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയില്ലല്ലോ. അപ്പോൾ പഠിച്ചു വരുന്ന സമയത്ത് അതും ഒട്ടും മോശമല്ല. കാര്യം നമ്മൾ പല സിനിമകളിൽ പല ആർട്ടിസ്റ്റുകളായിട്ടും പല ടെക്നീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ടെക്നിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു ബുക്ക് വായിച്ച് പഠിക്കുന്ന പോലെയോ അതിന്റെ തിയറി പഠിക്കുന്ന പോലെയോ പഠിക്കുന്നില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലും കൂടെ കുറച്ചും കൂടെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ഈ അഭിനയത്തിനെ കുറിച്ചിട്ട് എന്തൊക്കെ പഠിക്കാമോ അതൊക്കെ പഠിച്ചു വെച്ചാൽ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മളെ സബ് കോൺഷ്യസ്ലിയെങ്കിലും സഹായിക്കുമല്ലോ. അപ്പൊ ഇതിന്റെ അങ്ങനെ ടെക്നിക്സും വീഡിയോസും ഒക്കെ കണ്ടിട്ട്, പക്ഷെ അതിന് ഞാൻ സോൾലി അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഇത് അതിന്റെ ഒരു ബേസ് മാത്രമാണ്. അതിന്റെ പുറത്താണ് നമ്മൾ പെർഫോമൻസിന് നമ്മൾ എന്താണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതിന് നമ്മളുടെ ഷോർട്ടും ലെൻസും ആംഗിളും പിന്നെ ചുറ്റുമുള്ള പ്രോപ്പർട്ടീസും ചുറ്റും കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും അവർ നമുക്ക് തരുന്ന എനർജിയും ഒക്കെ ആയിട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ ഈ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ നല്ല ധാരണ ഉണ്ടായിരുന്നു. ഈ കൂടെ സപ്പോർട്ട് ചെയ്ത് അത്രയും കാര്യമായി ഈ സിനിമയിൽ ഉടനീളമുള്ള കാസ്റ്റിനെ പറയണമല്ലോ നമ്മൾ, തീർച്ചയായിട്ടും ക്രൂവിനെയും പറയണം. ഇതിനകത്ത് എനിക്ക് ആദ്യത്തെ ക്യാരക്ടറിന്റെ നായികയായിട്ട് ഐശ്വര്യ രാജേഷാണ്. രണ്ടാമത്തെ ക്യാരക്ടറിന്റെ നായിക നമ്മുടെ സുരഭിയാണ്. മൂന്നാമത്തെ ക്യാരക്ടറിന്റെ നായിക നമ്മളെ കൃതി ഷെട്ടിയാണ്, അജയന്റെ ക്യാരക്ടർ. അമ്മയായിട്ട് രോഹിണി ചേച്ചിയാണ്. രോഹിണി ചേച്ചി എൻ്റെ മോളായിട്ടും ഉണ്ട്. ഐ മീൻ ഈ അച്ഛനും കൊച്ചുമോനും. പിന്നെ ഇതിനകത്ത് സുധീഷ് ഏട്ടനുണ്ട്, ബേസിലുണ്ട്, അനീഷ് ഗോപാൽ, നിർമ്മൽ പാലാടി. പിന്നെ ഇതിനകത്ത് ഹരീഷ് ഉത്തമൻ, പുള്ളി നല്ല കലക്കൻ ക്യാരക്ടറാണ്. ജിതിൻ പുത്തഞ്ചേരി, പിന്നെ നമ്മളുടെ പ്രമോദ് ഷെട്ടി, കാന്താരയിലെ പോലീസുകാരൻ, പുള്ളി ഇതിനകത്ത് മണിയന്റെ കാലഘട്ടത്തിലുണ്ട്. പിന്നെ ജഗദീഷ് ഏട്ടനും ഞാനും ഈ ഒരു കള്ളന്റെയും കൊല്ലന്റെയും ഡെഡ്ലി കോംബോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന. അപ്പൊ ഞാനും ജഗദീഷ് ഏട്ടനുമാണ്. ജഗദീഷ് ഏട്ടനായിട്ട് കുറെ ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് ഷൂട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആരൊക്കെയാണ് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേ പിന്നെ കുറേ പേരുണ്ട്. പക്ഷെ അത് ഭയങ്കര നമ്മൾ കുറേ നാള് ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉത്സവമൊക്കെ ശരിക്കും ഉത്സവം പോലെയാണല്ലോ. ഫുള്ളായിട്ട് കറങ്ങുന്നത്, മറ്റേ ജയന്റ് വീല്, മറ്റേ കതിര പൊട്ടിക്കുന്നു, എല്ലാം വരുമ്പോ ശരിക്കും ഉത്സവത്തിന്റെ ഫീലാ. ഒരു മാസം ഉത്സവം, ഒരാഴ്ച 2 ആഴ്ച ഉണ്ടായിരുന്നു ഉത്സവം. ഉത്സവത്തിനിടയ്ക്ക് ഉണ്ടാവുന്ന ചില ഇൻസിഡൻസ്, അതിനിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു അംഗത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് 3 മാസത്തോളം നമുക്ക് ഈ പടത്തിന് നൈറ്റ് ഷൂട്ട് ഉണ്ടായിട്ടുണ്ടാവും. മണിയന്റെ കുറെ സംഭവങ്ങൾ നടക്കുന്ന നൈറ്റാണ്, അജയന്റെ കുറെ സംഭവങ്ങൾ നടക്കുന്ന നൈറ്റാണ്. പകലെനിക്കുള്ളത് കുറച്ച് മണിയന്റെ, കുറച്ച് അജയന്റെ, പിന്നെ കുഞ്ഞിക്കളുവിന്റെ ഫുൾ പകലാണ്. പക്ഷെ അത് ഭയങ്കര, എനിക്കാണെങ്കിലും ഈ ഇത്രയും പ്രിപ്പയർ ഒക്കെ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് കാസർഗോഡ് പോയിട്ട് ഞാനും എൻ്റെ പട്ടിക്കുട്ടിയുണ്ട്, അവനും പിന്നെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എൻ്റെ സ്റ്റാഫും എല്ലാം ഞങ്ങൾ ഒരുമിച്ചൊരു വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ അവിടെ തന്നെയാണ് ഒരു വലിയ റൂം ഉണ്ടായിരുന്നു. അതിനകത്താണ് കളറി പ്രാക്ടീസും പരിപാടി നടക്കുന്നത്. എനിക്കൊരു 3-4 തത്തയൊക്കെ ഉണ്ട്, പല കോൺയൂസ്. അവരും എൻ്റെ പാബ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വീക്കിളും ഒക്കെ ആയിട്ടാണ് അവിടെ പോയി താമസിച്ചിരുന്നത്. അപ്പൊ അത് വേറൊരു സാധാരണ ഇവിടെ ഒരു ഹോട്ടൽ റൂമിൽ താമസിച്ച് അതിനേക്കാളും ഭയങ്കര വ്യത്യാസമായിരുന്നു. നമുക്ക് ഇറങ്ങി നടക്കാൻ മുറ്റമൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടില്. അപ്പൊ നമുക്ക് ഷൂട്ട് ഉള്ള ദിവസങ്ങളിൽ നിന്നാണെങ്കിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുമ്പോഴും നമുക്ക് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിസ്ട്രാക്ഷൻസ് വളരെ കുറവായിരുന്നു. കറക്റ്റ്. ഒരുപാട് എൻജോയ് ചെയ്ത ഒരു സിനിമയാണ് ഇത്. ഓണം തന്നെയായിരുന്നു നേരത്തെ പ്ലാനിങ്? ഓണം തന്നെയായിരുന്നോ? അല്ല, നമുക്ക് അങ്ങനെ ഇതിന്റെ സിനിമയുടെ ഷൂട്ടിങ് 2023 മാർച്ചിൽ തീർന്നതാണ്. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ അറിയാലോ, നമ്മള് മലയാളം പോലൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഫൈറ്റ് ചെയ്ത് മേടിക്കണം. അപ്പം അങ്ങനെതായിട്ടുള്ള ഒരു സമയം എടുത്തിട്ടുണ്ട്. പക്ഷെ സിനിമയെ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യണം എന്നല്ല ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ദിബു നൈനാൻ തോമസ് ആണ്. അപ്പൊ ദിബുവിന്റെ പാട്ടുകൾ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും പറയും, ദിബു മലയാളത്തിൽ ആദ്യമായിട്ടാണ്. പക്ഷെ ദിബു ആണ് ചിത്തയിലെ പാട്ടുകളൊക്കെ ചെയ്തിരിക്കുന്നത്, ഒറ്റയടി പാതയിലെ കുറെ നല്ല കലക്കും പാട്ടുകൾ. ദിബു ഇതിനകത്ത് ദിബുവിന്റെ വേറൊരു
പരിപാടി ആണ് ചെയ്ത് വെച്ചത്. അതെനിക്ക് ഭയങ്കര വർക്കായി. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഇതിനകത്ത് എനിക്ക് ഭയങ്കര വർക്കാണ്. സീനുകളെ എലിവേറ്റ് ചെയ്യുന്നതിനും എൻഹാൻസ് ചെയ്യുന്നതിനൊക്കെ എഡിറ്റർ ഷമീർ എന്ന് പറഞ്ഞാൽ അവൻ അന്ന് നമ്മൾ മൊയ്തീൻ ചെയ്യുന്ന സമയത്ത് ഷമീർ സ്പോട്ട് എഡിറ്ററാണ്. നമ്മള് അന്ന് മുതൽ നമ്മളുണ്ടായിരുന്ന സൗഹൃദം. അപ്പൊ ഞാനും ജിതിനും ജോമൻ ചേട്ടനും ഷമീറും ഒക്കെയാണ് റൂമിൽ ഉണ്ടാവുക. പിന്നെ ഈ ശ്രീജിത്ത് ശരത് തൊട്ട് ഈ പടത്തിൽ അസോസിയേറ്റ്സ് ആയിരുന്നു അവര്. അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറെ ഇങ്ങനെ സംസാരിച്ച് അന്ന് കണ്ടു തുടങ്ങിയ സ്വപ്നങ്ങളുടെ ബാക്കിയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തും. ജോമൻ ചേട്ടന്റെ ഗൈഡൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഷമീറിന്റെ ഇൻപുട്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും. പിന്നെ പ്രവീൺ ചേട്ടനാണ്. ഞാൻ പണ്ട് സ്റ്റാറിംഗ് പറഞ്ഞു എന്നുള്ളൊരു പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സിനിമയാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രവീൺ ചേട്ടനായിരുന്നു. പിന്നെ റോണക് ചേട്ടനായിരുന്നു മേക്കപ്പ്. അത് സ്ഥിരമായിട്ട് കുറെ പ്രാവശ്യം ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഒരുമിച്ച്. പിന്നെ ആർട്ട്, അതും മൊയ്തീനില് ഗോകുലേട്ടനായിരുന്നു, ഗോകുൽദാസ് അദ്ദേഹമായിരുന്നു മൊയ്തീനിലുണ്ടായിരുന്നത്. പുള്ളി തന്നെയാണ് അജയൻ കണ്ണാമോഷണം. ആർട്ട് വർക്കിലും എന്താ പറയാ നല്ല എന്താ പറയാ ഗ്രാൻഡായിട്ടുള്ള കുറെ സാധനങ്ങൾ പുള്ളി ചെയ്തു തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കളകത്തറയും പിന്നെ ഒരു അമ്പലവും ഒരു കുളവും ഒക്കെ നമുക്ക് നമ്മൾ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ജനിച്ചു എന്നുള്ളതാണ് ഈ പറയുന്നത്, ഈ കൂട്ടായ്മയിൽ നിന്നല്ലേ, ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ. ഇത് തീർച്ചയായിട്ടും ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഗോദ ആണ് നമ്മള് പിന്നെ ഞാനും ജിതിനും വർക്ക് ചെയ്തത്. അപ്പൊ അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നിട്ടുള്ള ദിബിൽ ദേവ് ആണ് ഇതില് ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് ഉണ്ട്. പുള്ളിയും ഞാനും ജിതിനും. അപ്പൊ ഗോദയിൽ നിന്ന് ഉണ്ടായിരുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഈ കൂതറ എന്നുള്ള സിനിമ തൊട്ട് വർക്ക് ചെയ്തിട്ടുള്ള മൈൻഡ് സ്റ്റെയിൻ ഇതുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ CGI വിഷ്വൽ എഫക്ട്സും പരിപാടിയൊക്കെ. അതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഏത് ഡിപ്പാർട്ട്മെന്റാണ് പറയാത്തത്? ആർട്ട് പറഞ്ഞു, കോസ്റ്റ്യൂം പറഞ്ഞു, മേക്കപ്പ് പറഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. ഏതായാലും അതാണ്, അത്രയും എഫേർട്ട് ഇട്ട് ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റുള്ള കാര്യമല്ല. നമ്മൾ ആ പ്രതീക്ഷയോടെ ചെയ്യുന്നതാണ്. പ്രതീക്ഷ ഉണ്ടാവാം, പക്ഷെ ഒരു പെർട്ടിക്കുലർ സാധനം പ്രതീക്ഷിച്ചിട്ട് വരാതിരുന്നാൽ മതി. നമ്മൾ ഓഫർ ചെയ്യുന്നത് കാണാനുള്ള ടോവി ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് മിന്നൽ മുരളി ഇത്രയും മാത്രം ഹൈപ്പ് എനിക്ക് തന്നതുകൊണ്ട് തന്നെ അത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നുന്നുണ്ടോ ഈ ഒരു വിജയം? അല്ലെങ്കിൽ ഇങ്ങനെ പറയും ഹൈപ്പ് ജനറലി എല്ലാ സിനിമയ്ക്കും എനിക്ക് തോന്നുന്നു പ്രതീക്ഷയ്ക്കൊത്തു ഇരുന്നില്ല എന്നൊക്കെ പറയുമ്പോ എന്താ നിങ്ങൾ പ്രതീക്ഷയുടെ പോയാൽ കണ്ടിരിക്കാവുന്ന സിനിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ പ്രതീക്ഷ ഉണ്ടാവാം. പക്ഷെ അത് ഇന്ന പോലത്തെ ഒരു സിനിമയാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആവും. ഇതൊന്നും പ്രതീക്ഷിക്കണ്ട. ടീസറും ട്രെയിലറൊക്കെ കണ്ടിട്ട് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക. ഞാൻ പറയുകയാണെങ്കിൽ പരമാവധി 3D കാണാൻ ശ്രമിക്കുക. കാര്യം 3Dയിലോ 2Dയിലോ നിങ്ങൾ സിനിമ കാണുന്നതുകൊണ്ട് പ്രൊഡ്യൂസർക്ക് പ്രത്യേകിച്ച് അതിനകത്ത് മാറ്റം, അല്ലെങ്കിൽ എനിക്കും അതിനകത്ത് വലിയ മാറ്റം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് മോണിറ്ററി ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ആ എക്സ്പീരിയൻസ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ 3D തന്നെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും പ്രേക്ഷകർ പോയി തിയേറ്ററിൽ 3D തന്നെ കാണട്ടെ എന്ന് ആശംസിക്കുന്നു. ഓണം എത്ര വ്യത്യസ്തമാണ് എന്നാണ് എന്റെ ചോദ്യം. അത് പക്ഷെ വ്യത്യസ്തമാക്കണമോ വേണ്ടോ? ഓണം വ്യത്യസ്തം ആവാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതായത് എന്റെ ഏറ്റവും നല്ല ഓണം മെമ്മറീസ് എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇലയിലൊക്കെ ഒരു സദ്യ കഴിക്കുക എന്നുള്ളതാണ്. എല്ലാ ഓണത്തിനും പറ്റാറുണ്ടോ? എവിടെ ലൊക്കേഷനിലാണെങ്കിലും? കേരളത്തിനകത്ത് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറ്റാറുണ്ട്. കേരളത്തിന് പുറത്താണെങ്കിലാണ് അതിന് സാധ്യതകളില്ലാത്തുള്ളൂ. കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും എന്റെ വീട്ടുകാർ വരും ഓണത്തിനും ക്രിസ്മസിനൊക്കെ. ഇപ്പൊ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ അവരെല്ലാരും കൂടെ വരും ഫുൾ ടൈം. അപ്പനമ്മ, ചേച്ചികളെയും പിള്ളേരും, ചേട്ടൻ വരിക പിള്ളേര്, എന്റെ ഭാര്യയും പിള്ളേരും കൂടെ വരും. അപ്പൊ എന്നിട്ട് നമ്മളവിടെ ലൊക്കേഷനിൽ എന്തായാലും ഒരു ഓണസദ്യ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യും. അതല്ലെങ്കിൽ എനിക്ക് അന്ന് ഓണത്തിന് ബ്രേക്ക് ആണെങ്കിൽ വീട്ടിൽ പോയിട്ട് വീട്ടുകാരുടെ. ഏതായാലും ഇത്തവണത്തെ ഓണം ഓണം അതെ, ഈ സിനിമ റിലീസായിട്ട് 3-ാം ദിവസമായിരിക്കും ഓണം. അപ്പൊ ആ സമയത്ത് ഞാൻ ഓണം പരിപാടികളും അതും ഇതൊക്കെ ആയിട്ട് പ്രമോഷനൊക്കെ ആയിട്ട് പൊലിപ്പിച്ച് ഏതായാലും അതാണ് ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമാണ് ഈ ഓണം. ഈ ഓണം ഇച്ചിരി വ്യത്യസ്തമാണ് അങ്ങനെ പറയുമ്പോൾ. അങ്ങനെ ആവട്ടെ. എല്ലാ ഓണവും ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകളും പുതിയ വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പുകളും ഒക്കെ ആയിട്ടുള്ള നല്ല ഓണം തന്നെയായിട്ട്. ഇപ്പം ആസ് യൂഷ്വൽ വീട്ടിൽ സെലിബ്രേഷൻ ഓണം മിസ്സാക്കാറുണ്ട്. എല്ലാ ആഘോഷങ്ങളും മിസ്സാക്കാതെ പോകുന്ന ഒരാളാണോ ടോവിനോ? എനിക്ക് ഭയങ്കര അതിനാണല്ലോ ഈ ആഘോഷങ്ങള്. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടും ഒക്കെ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണല്ലോ നമ്മള്. ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വെച്ചാൽ ഏത്
മതവിഭാഗത്തിന്റെ ആഘോഷം വന്നാലും നമുക്ക് നമ്മളവിടെയുണ്ട്, സന്തോഷമാണ്. നമുക്ക് കാര്യം നമുക്ക് നമ്മുടെ കൂട്ടുകാർ ഫ്രണ്ട് സർക്കിളിൽ എല്ലാത്തിൽ നിന്നും പെട്ട ആൾക്കാരുള്ള കാരണം കൊണ്ട് സ്ഥിരമായിട്ട് ഓണത്തിനാണെങ്കിൽ ഇന്ന ഫ്രണ്ടിന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഈ കൊല്ലം എന്റെ വീട്ടിലാണെങ്കിൽ അടുത്ത കൊല്ലം മറ്റൊരു വീട്ടിൽ, ഇപ്പൊ പള്ളിപ്പെരുന്നാളോ അല്ലെങ്കിൽ ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ ആണെങ്കിൽ എന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ബക്രീദോ റംസാനോ ഒക്കെ ആണെങ്കിൽ അടുത്ത വേറെ ഫ്രണ്ടിന്റെ വീട്ടിൽ. ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വേറെ എവിടെയെങ്കിലും. ഒരു ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും സന്തോഷിക്കാനും ഫാമിലി ആയിട്ടും ഒക്കെ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് നമുക്ക് അന്ന് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ഒരു ചിന്തയുണ്ടല്ലോ. ആ ദിവസം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ സ്പെഷ്യൽ ആകുമല്ലോ. എങ്കിലും ചിലരെങ്കിലും പറയാറുണ്ട് എന്ത് ഓണം, അങ്ങനെ പറയുന്നവരോട് എന്താ പറയാനുള്ളത്? നമുക്ക് ടൂ മച്ച് ഇൻഫർമേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ടൂ മച്ച് മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബോറിംഗ് ആൾക്കാരായി പോകും. തീർച്ചയായിട്ടും ഭയങ്കര സിനിക്കലായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളെ നോക്കി കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ പറയാം എന്ത് ഓണം, എന്ത് ക്രിസ്മസ്, എല്ലാ ദിവസവും നേരം വിളിക്കുന്നു വൈകുന്നേരം, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു രസം ഉണ്ടാവില്ല, കൗതുകം ഉണ്ടാവില്ല. കൗതുകങ്ങൾ വേണ്ടേ? ഇപ്പൊ പ്രണയത്തിൽ തന്നെ കരളെ എന്ന് വിളിക്കുമ്പോൾ കരളും പ്രണയവും നമ്മൾ യാതൊരു ബന്ധമില്ലാത്തതാണ്. പക്ഷെ നമ്മൾ കാവ്യാത്മകമായിട്ട് നമ്മൾ അതിനൊരു ബന്ധം സങ്കല്പിച്ച് നമ്മൾ അങ്ങനെ പറയുന്നതാണ്. അതുപോലെ എന്റെ ഹൃദയം നിനക്ക് തരാം എന്ന് പറയുമ്പോൾ ഹൃദയം ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ മാത്രമാണ്. പക്ഷെ നമ്മൾ അതിനും പ്രണയവുമായിട്ടും ഒക്കെ കൂട്ടി ചിന്തിക്കുമ്പോൾ നിലനിർത്തുന്ന ഒരു ഘടകങ്ങളിൽ ഒന്നല്ല. അല്ല, ഇത് ബേസിക്കലി എല്ലാം നടക്കുന്നത് ബ്രെയിൻ്റെ അകത്താണല്ലോ. അതവിടെ നിന്ന് നമുക്ക് പിന്നെ ഈ ഹാർട്ട് ബീറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഹാർട്ടിലാണ് പ്രണയം വരുന്നത്. അല്ല, ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ. പക്ഷെ നമ്മൾ അങ്ങനത്തെ ടൂ മച്ച് ഇൻഫർമേഷൻ നമ്മൾ തലയിലേക്ക് എടുക്കരുത്. നമ്മൾ കാൽപ്പനികതയും സങ്കല്പങ്ങളും അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചില സമയത്ത് നമുക്കിതൊക്കെ അറിഞ്ഞാൽ മതി. പക്ഷെ ആ കാൽപ്പനികതയൊന്നും കൈവിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായി പോകും. എന്തോ ആണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുന്നു, രാത്രി കിടന്ന് ഉറങ്ങുന്നു, എന്ത് ബോറായിരിക്കും. അതുകൊണ്ട് ആഘോഷിക്കുക ഓരോ നിമിഷവും നമ്മളെ കഴിയുന്ന പോലെ. പിന്നെ എല്ലാ ദിവസവും ഓണം ആയിരിക്കട്ടെ എല്ലാവർക്കും എന്നാണ് നമുക്ക്. ഓണം സമൃദ്ധിയുടെ ഉത്സവമാണ്. എല്ലാവർക്കും എല്ലാ സമയത്തും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. അപ്പോഴാണ് നമുക്കും സന്തോഷം ഉണ്ടാവുക, ചുറ്റുമുള്ളവരൊക്കെ ഹാപ്പി ആയിരിക്കും. എല്ലാവർക്കും കഴിയണമെന്നില്ല, പക്ഷേ അല്ലേ കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാം. തീർച്ചയായിട്ടും. അല്ല, ഹാപ്പിനെസ്സും ഈ പറഞ്ഞ പോലെ ഒരു ചോയ്സ് ആണല്ലോ. നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരേ കാര്യത്തിന്റെ പേരിൽ വേണമെങ്കിൽ ഡിപ്രഷൻ അടിച്ചിരിക്കാം, അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ഹാപ്പി ആയിട്ടിരിക്കാം. അത് നമ്മുടെ ചോയ്സാണ്. തീർച്ചയായും.